ഗുരുവായൂർ സ്പെഷ്യൽ രസക്കാളനാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയും മത്തങ്ങയും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. അടുത്തായി നമുക്ക് വേണ്ടത് വറ്റൽ മുളക്, ചുവന്ന മുളക് ഇതുപോലെ പൊടിച്ചത്, പിന്നെ അരക്കപ്പ് തൈര്. അപ്പം ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് ഈ മത്തങ്ങയും കുമ്പളങ്ങയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു അരക്കപ്പ് നല്ല പുളിയുള്ള തൈരായിരിക്കണേ. ആ പുളിയുള്ള തൈര് നമുക്ക് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് മുങ്ങാൻ ആവശ്യം, മുങ്ങുന്നത് വരെ വേണമെന്നില്ല, അതിനൊപ്പത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അടുത്തായിട്ട് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. 1 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്, കാരണം ഞാൻ 1/2 കിലോനാണ് രണ്ടും ഒരേ അളവിൽ എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഈ എരിവൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കര, ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറു തീയിൽ നമുക്ക് ഇത് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനു മുമ്പ് നമുക്ക് ഒരു 2 പച്ചമുളക് കൂടി ചേർത്തി, ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മൂന്നും കൂടി ചേർത്തി ഒന്നുകൂടി ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇത് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട്. അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു 1/2 മുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകമോ അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയോ ചേർക്കാം. പിന്നെ ഒരു 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. നന്നായി തിളച്ചതാ, കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തീ കുറച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നോട്ടെ. നമുക്കിതിലേക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് കൂടി നന്നായി ചേർത്തി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ, നമുക്കിപ്പോൾ എത്ര വെള്ളമാണോ നമുക്ക് ഈ കറിക്ക് ആവശ്യം, ഈ കാളന് ആവശ്യം, അതിനനുസരിച്ച് നമുക്ക് ആ അരപ്പിലേക്ക് മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ, കാരണം ഈ തൈര് ചേർത്ത് കഴിഞ്ഞാൽ നന്നായി തിളപ്പിക്കരുത്. ചെറിയൊരു തിള വരണമെന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ കഷ്ണങ്ങൾ നന്നായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയ്ക്ക് വെള്ളം ആവശ്യമില്ലെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് കുറുകിയെടുത്താലും മതി. അതിൻ്റെ ശേഷം ഞാൻ 1 കപ്പ് തൈര് കൂടി നന്നായി ഉടച്ചിട്ട്, തൈര് നന്നായിട്ട് ഉടച്ച തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറു തീയിൽ ഒരു മിനിറ്റ് നമുക്ക് വെക്കാം. അതിൻ്റെ ശേഷം നമുക്ക് അത് മാറ്റി വെച്ചിട്ട് അടുപ്പത്ത് വേറൊരു പാൻ വെക്കാം. പാൻ വെച്ച് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ നന്നായി ഉരുക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് മിക്സിയിലടിച്ചത്, അതുകൂടി ചേർത്ത് കൊടുത്ത് ഈ നമ്മുടെ രസക്കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗുരുവായൂർ സ്പെഷ്യൽ രസക്കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നമുക്ക് ചോറിനോ കഞ്ഞിക്കോ എന്തിനു വേണമെങ്കിലും ഇത് നന്നായി കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യണേ. പിന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.